മഴക്കാലങ്ങളിൽ മാവുകളിൽ നേരിടുന്ന രണ്ട് കീടങ്ങളുടെ ഉപദ്രവങ്ങൾ. ഒന്ന് ഇലവെട്ടുന്ന വണ്ടും, രണ്ട് തളിര് തൂമ്പ് ഇത് നീരൂറ്റി കുടിക്കലും. അതോടുകൂടി ആ ഒരു തൂമ്പ് മുഴുവന് കരിഞ്ഞ് ഇല്ലാതെയാവുന്നു. കാലാകാലങ്ങളായിട്ട് ജൈവകൃഷി ചെയ്യുന്ന ഈ തോട്ടത്തിൽ രണ്ട് മാർഗങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, ഒരു ചെറിയ ചിലന്തി പലപ്പോഴും മാവിൽ കൂട് കൂട്ടുന്നുണ്ട്. അങ്ങനെ കൂട് കൂട്ടിയ ആ മാവിന് യാതൊരുവിധ കീടങ്ങളുടെ ഉപദ്രവങ്ങളും. രണ്ട്, ധാരാളം ചെറിയ തരം ഓന്തുകൾ ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ. ആ ഓന്തുകൾ ഉള്ള അല്ലെങ്കിൽ ഓന്തുകൾ ഓന്തുകളുടെ സാന്നിധ്യമുള്ള മാവുകളിലൊന്നും ഈ രണ്ടാക്രമവും കുറവാണ്. ഇത് കാലാകാലങ്ങളായി ജൈവകൃഷി ചെയ്തപ്പോൾ കിട്ടുന്ന ചില മാറ്റങ്ങളാണ്. അതായിരിക്കും ആവാസ വ്യവസ്ഥ. ഇത് കുറച്ചും കാലങ്ങളും കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ശതമാനങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു വലിയ റിസൾട്ടിൽ വരും. അതാണ് എൻ്റെ അനുഭവങ്ങൾ കാണിക്കുന്നത്. പെട്ടെന്നത് ആ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് പറയുകയല്ല. പക്ഷെ ഇതിലൊക്കെ ഉള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ യാതൊരുവിധ കീടനിയന്ത്രണങ്ങളോ രാസമരുന്നുകളോ പ്രകൃതിക്കോ മണ്ണിനോ ജീവജാലങ്ങളോ നഷ്ടപ്പെടുത്താതെ കൃത്യമായിട്ട് ആ സർക്കിൾ, ആവാസ വ്യവസ്ഥയിൽ ഇവര് എങ്ങനെ നിയന്ത്രിക്കാന്നുള്ളതിന് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്.